കുഞ്ഞിൻ്റെ കാത് കുത്താനും മുട്ടയടിക്കാനും ഒക്കെ തിടുക്കം കൂട്ടുന്നവരാണോ നിങ്ങൾ? എന്നാൽ കേട്ടോ, ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മെഡിക്കൽ കാര്യങ്ങൾ കൂടിയുണ്ട്. വെറുതെ ഒരു ചടങ്ങ് എന്ന് കരുതി പോയി ചെയ്താൽ കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ കാതുകുത്തലും മുട്ടയടിക്കലും അറിയേണ്ട മെഡിക്കൽ വസ്തുതകളാണ്. ആദ്യമായി സംസാരിക്കാൻ പോകുന്നത് കാതുകുത്താൻ ഏറ്റവും അനുയോജ്യമായ സമയത്തെക്കുറിച്ചാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, കുട്ടി ജനിച്ച് 5-ാം ദിവസം കാതുകുത്താമോ എന്ന്. കുഞ്ഞിന് കുറഞ്ഞത് 3 മാസമെങ്കിലും പ്രായമാകുന്നതാണ് ഏറ്റവും സുരക്ഷിതം. എന്തുകൊണ്ടെന്നാൽ ആ സമയമാകുമ്പോഴേക്കും കുഞ്ഞിന് ടെറ്റനസ് അടക്കമുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ആദ്യ ഡോസ് ലഭിച്ചു കഴിഞ്ഞിരിക്കും. നവജാത ശിശുക്കളുടെ പ്രതിരോധ ശേഷി വളരെ കുറവായതിനാൽ ആദ്യ ആഴ്ചകളിൽ കാതുകുത്തുന്നത് അനാവശ്യമായ അണുബാധകൾക്ക് കാരണമായേക്കാം. ഏത് ലോഹമാണ് സുരക്ഷിതം? കാതുകുത്തുമ്പോൾ ഏത് തരം കമ്മൽ ഉപയോഗിക്കണം എന്നതിലും കാര്യമുണ്ട്. സാധാരണയായി സ്വർണമാണ് ഏറ്റവും സുരക്ഷിതം. പക്ഷേ ചില കുഞ്ഞുങ്ങൾക്ക് നിക്കൽ കലർന്ന ലോഹങ്ങളോട് അലർജി ഉണ്ടാവാം. ആശുപത്രികളിലും മറ്റും ഉപയോഗിച്ചു വരുന്ന ഒരു തരം സ്റ്റീൽ സ്റ്റഡുകൾ അലർജി വരാൻ സാധ്യത കുറവുള്ളവയാണ്. ഒഴിവാക്കേണ്ടത് താൽക്കാലികമായി ഇടുന്ന മുത്തുമാലകളോ പ്ലാസ്റ്റിക് കമ്മലുകളോ തുടക്കത്തിൽ ഒഴിവാക്കണം. കാതുകുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാതുകുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എങ്ങനെ ഇരിക്കുന്നു എന്നതാണ് പ്രധാനം. അണുവിമുക്തമാക്കൽ. പഴയ രീതിയിൽ സൂചി തീകാട്ടി കുത്തുന്ന രീതി പലയിടത്തുമുണ്ട്. ഇത് അപകടമാണ്. ഉപകരണം കൃത്യമായി അണുവിമുക്തമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പരിചയസമ്പന്നരായ ആളുകളെ കൊണ്ടോ അല്ലെങ്കിൽ പീഡിയാട്രിഷ്യൻ്റെ നിർദ്ദേശപ്രകാരമോ മാത്രം ഇത് ചെയ്യുക. കാതുകുത്തിയ ശേഷമുള്ള പരിചരണമാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാതു കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീർന്നില്ല. ദിവസവും 2 നേരം കുത്തിയ ഭാഗം സ്പിരിറ്റോ അല്ലെങ്കിൽ ഡോക്ടർ നൽകുന്ന ക്രീമോ ഉപയോഗിച്ച് വൃത്തിയാക്കണം. കമ്മൽ ദിവസവും പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കണം. ഏത് കമ്മൽ തൊലിയുമായി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കും. അപകട സൂചനയാണ് സംസാരിക്കുന്നത് അടുത്തതായിട്ട്. കുത്തിയ ഭാഗം വല്ലാതെ ചുവക്കുക, പഴുപ്പ് വരിക, അല്ലെങ്കിൽ ആ ഭാഗത്ത് അമിതമായ ചൂട് അനുഭവപ്പെടുകയാണെങ്കിൽ ഒട്ടും വൈകിക്കേണ്ട, ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അടുത്തതായിട്ട് മുട്ടയടിക്കൽ. സത്യവും മിഥ്യയുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുട്ടയടിച്ചാൽ മുടി കാട് പോലെ വളരും എന്നാണ് നമ്മുടെ നാട്ടിലെ വിശ്വാസം. എന്നാൽ ഇതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല. മുടിയുടെ വളർച്ചയും ഘടനയും തലയോട്ടിക്ക് ഉള്ളിലുള്ള ഹെയർ ഫോളിക്കിളുകളെ ആശ്രയിച്ചാണ്. പുറത്തെ മുടി കളയുന്നത് കൊണ്ട് അകത്തെ വളർച്ച കൂടില്ല. കുഞ്ഞുങ്ങളുടെ തലയുടെ മുകൾ ഭാഗം വല്ലാതെ മൃദുവായതിനാൽ കുഴി പോലെ തോന്നുന്ന ഭാഗം ഫോണ്ടനലി എന്ന് പറയും. മുട്ടയടിക്കുമ്പോൾ അവിടെ അമിതമായി അമർത്തുകയോ മുറിവേൽക്കുകയോ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ ബ്ലേഡ് തന്നെ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. മുറിവുണ്ടായാൽ അത് അണുബാധയ്ക്കും കാരണമാകാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയാണ് എന്ന് ഉറപ്പുവരുത്തുക. എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അടുത്ത ഒരു അറിവുമായി വീണ്ടും കാണാം.